ആറ്റിങ്ങലിൻ്റെ മാധ്യമ മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഷിജു കൊല്ലമ്പുഴ. ഫോട്ടോഗ്രാഫറായും ക്യാമറാമാനായുമൊക്കെ മികവ് തെളിയിച്ചയാൾ. അപ്രതീക്ഷിതമായിരുന്നു ഷിജുവിൻ്റെ വിയോഗം. ഇനി ദീപ്ത സ്മരണകൾ ബാക്കി. കൊല്ലമ്പുഴ സുഹൃത്ത് വേദിയുടെ ആഭിമുഖ്യത്തിൽ ഷിജു കൊല്ലമ്പുഴയെ അനുസ്മരിച്ചു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഫ്രണ്ട്സ് അസോസിയേഷൻ ഗ്രന്ഥശാലാങ്കണത്തിൽ ഒത്തുചേർന്നിരുന്നു. കൗൺസിലർമാരായ RK ശ്യാം, രാജലക്ഷ്മി എന്നിവരും സജിത് ലാൽ നന്ദനം, രാധാകൃഷ്ണൻ നായർ, രാമചന്ദ്രൻ നായർ, വിനോദ് കൊല്ലമ്പുഴ, പ്രശാന്ത് തുടങ്ങിയവരും മാധ്യമപ്രവർത്തകരും സംബന്ധിച്ചു. വളരെ സൗമ്യമായി സംസാരിക്കുന്ന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും പക്ഷെ അത് വളരെ ദൃഢമായ ഭാഷയിൽ താക്കീതിൻ്റെ സ്വരമായിരിക്കും അവനിൽ നിന്ന് വരുന്നത്. അമ്പലങ്ങളിലെ ചർച്ചകൾ വരുമ്പോഴും ഒരു വേറിട്ട ശബ്ദം ആയിരുന്നു ഷിജുവിൻ്റേത്. അങ്ങനെ പല കാര്യങ്ങളിലും ഞങ്ങളുടെ അയ്യപ്പൻ വിളക്ക് നടത്തുന്ന സമയത്തും അതിൻ്റെ മുൻപന്തിയിൽ ഉദയൻ്റെ കൂടെ ഇവരുടെ എല്ലാവരുടെ ഒപ്പും ഷിജു ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഷിജു എന്ന് പറയുന്നത്. അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് എനിക്ക് ഫോട്ടോഷോപ്പിൻ്റെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുപോലെ നമ്മുടെ സജു, ഇവരുകൊണ്ടാണ് എന്നെ ഫോട്ടോഷോപ്പും കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സിനിമയുടെ പൂജ അമ്പലത്തിൽ വെച്ച് നടന്നപ്പോൾ ഫോട്ടോഗ്രാഫറെ കിട്ടിയില്ലായിരുന്നു. ഷിജു ഉറക്കമൊഴിച്ചില്ലായിരുന്നു. ഞാൻ വിളിച്ചു, ഫോൺ വിളി കേട്ടപ്പോൾ അണ്ണാ ഞാൻ ഒന്ന് വാ കഴുകിയിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് എത്തുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുത്ത് തരികയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഷിജുവിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു 3-4 ദിവസമായി മനസ്സിൽ വേദനയുടെ ഒരു ഇത് തന്നിരിക്കുകയാണ്. എന്താണ് ഈ വാർത്ത കേട്ടാൽ തന്നെ നമുക്ക് ഒരിക്കലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. എന്നുവെച്ചാൽ എന്താണ് അസുഖമായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല, പെട്ടെന്ന് ഒരാൾ കണക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിയുക, നമ്മളൊരു ജ്യേഷ്ഠൻ, സുഹൃത്ത് എല്ലാമാണ്. എന്താണ് ഒരു മാതൃകയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊരിക്കലും അത് താങ്ങാവുന്നതിലപ്പുറമാണ്. ഷിജുവിൻ്റെ ചരമദിനമായ ഡിസംബർ 31 എല്ലാ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും മാധ്യമ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കാനും തീരുമാനമെടുത്താണ് യോഗം പിരിഞ്ഞത്.